ലോകം ഉറ്റുനോക്കുന്ന സ്ഥാനാരോഹണത്തിന്റെ അവസാന ഒരുക്കത്തിലാണ് അമേരിക്ക. യുഎസിന്റെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ക്യാപിറ്റോൾ മന്ദിരത്തിലെ റോട്ടൻഡ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കൊടും തണുപ്പ് കാരണം ഇക്കുറി സത്യപ്രതിജ്ഞാ ചടങ്ങ് പുറത്തെ വേദിയിൽ നടക്കില്ല. പതിവിന് വിപരീതമായി ലോക നേതാക്കളെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ച ഡൊണാൾഡ് ട്രംപ് സ്ഥാനാരോഹണത്തിന് സുരക്ഷയൊരുക്കി 7,800 സൈനികരും 25,000 പോലീസുകാരും. ട്രംപിന്റെ സത്യപ്രതിജ്ഞയിൽ പ്രതിഷേധിച്ച് നൂറുകണക്കിന് ആളുകൾ വാഷിംഗ്ടൺ ഡിസിയിൽ പ്രകടനം നടത്തി. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കാഴ്ചകൾക്കാണ് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി വാഷിംഗ്ടൺ ഡിസി സാക്ഷ്യം വഹിക്കുന്നത്. സംഗീത പരിപാടികളും പരേഡുകളും കൊണ്ട് സ്ഥാനാരോഹണം അവിസ്മരണീയമാക്കാൻ അവസാന ഒരുക്കത്തിലാണ് ട്രംപ് ടീം. ആഘോഷ ചടങ്ങുകൾക്ക് അമേരിക്ക ദ ബ്യൂട്ടിഫുൾ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. പ്രശസ്ത ഗായിക കാരി അണ്ടർവുഡാണ് ചടങ്ങിലെ പ്രധാന അവതാരിക. ജനുവരി 20 അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് വാഷിംഗ്ടൺ ഡിസിയിലെ US ക്യാപിറ്റോളിൽ ആരംഭിക്കുന്നത്. 2 ലക്ഷത്തോളം ആളുകൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. ലോകമെങ്ങും കോടിക്കണക്കിന് ആളുകൾ ടെലിവിഷനിലൂടെ ചടങ്ങുകൾ തത്സമയം കാണും. ചടങ്ങുകൾക്ക് ശേഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ട്രംപിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ട്രംപിനൊപ്പം വൈസ് പ്രസിഡന്റായി JD വാൻസും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കും. ഫെഡറൽ അവധി ദിനമായ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ ദിനമാണ് ജനുവരി 20 എന്ന പ്രത്യേകത കൂടിയുണ്ട്. വാഷിംഗ്ടൺ ഡിസിയിൽ ലഫായറ്റ് സ്ക്വയറിലെ സെന്റ് ജോൺസൺസ് പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് യാത്ര തിരിക്കുന്നത്. അടുത്ത 4 വർഷത്തെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് പ്രസംഗിക്കും. പഴുതടച്ച സുരക്ഷയ്ക്ക് നടുവിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. സുരക്ഷാ സേനകളുടെ കണ്ണുവെട്ടിച്ച് ആർക്കും കടക്കാനാകാത്ത വിധം വാഷിംഗ്ടൺ മാറി. 4 വർഷം മുമ്പ് ജോ ബൈഡന്റെ സത്യപ്രതിജ്ഞാ സമയത്ത് ട്രംപ് അനുകൂലികൾ ക്യാപിറ്റോൾ ഹില്ലിന് നേരെ നടത്തിയ ആക്രമണവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ട്രംപിന് നേരെ നടന്ന വധശ്രമവും കണക്കിലെടുത്താണ് സുരക്ഷാ ഏജൻസികൾ ശക്തമായ മുൻകരുതലുകൾ എടുത്തിരിക്കുന്നത്. പുതുവർഷ പുലരിയിൽ ജനക്കൂട്ടത്തിനു നേരെ വാഹനം ഓടിച്ചു കയറ്റി 16 പേരെ കൊന്നതും ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിന് മുന്നിലുണ്ടായ വാഹന സ്ഫോടനവും ഗൌരവമായി തന്നെ സുരക്ഷാ ഏജൻസികൾ കണക്കിലെടുത്തുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തിയത്. US സീക്രട്ട് സർവീസും മറ്റ് നിയമനിർവഹണ ഏജൻസികളും ചേർന്ന് വാഷിംഗ്ടൺ ഡിസിയിൽ 48 കിലോമീറ്റർ നീളത്തിൽ വേലി കെട്ടിയുയർത്തി. രാജ്യ തലസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നീളം കൂടിയ ഈ വേലിക്ക് 7 അടി ഉയരമാണുള്ളത്. ക്യാപിറ്റോൾ ഹിൽ മുതൽ വൈറ്റ് ഹൌസ് വരെ ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരത്തിലുള്ള എല്ലാ തെരുവുകളും ഇതിനകം അടച്ചുപൂട്ടിക്കഴിഞ്ഞു. ആക്രമണങ്ങൾ തടയാനായി കോൺക്രീറ്റ് ബാരിക്കേഡുകളും പടുകൂറ്റൻ വാഹനങ്ങളും ഉപയോഗിച്ചാണ് തെരുവുകൾ അടച്ചത്. US പ്രസിഡന്റ് സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ ചരിത്രത്തിൽ ഏറ്റവും സൈനികവൽക്കരിക്കപ്പെട്ട സത്യപ്രതിജ്ഞയാകും ഡൊണാൾഡ് ട്രംപിന്റേത്. 7,800 സൈനികരെയാണ് സുരക്ഷയ്ക്കായി തലസ്ഥാനത്ത് വിന്യസിച്ചത്. രാജ്യമെമ്പാടു നിന്നുമുള്ള 25,000 പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷ ഉറപ്പാക്കുവാനായി തലസ്ഥാന നഗരിയിൽ എത്തിച്ചിട്ടുണ്ട്. അമേരിക്ക ഇതുവരെ കണ്ടതിൽ ഏറ്റവും അത്യാഡംബരത്തോടെയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുക. 2ാം സ്ഥാനാരോഹണ ചടങ്ങിൽ ലോക നേതാക്കളുടെ നീണ്ട നിര തന്നെയുണ്ടാകും. സാധാരണഗതിയിൽ US പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ലോക നേതാക്കളെ ക്ഷണിക്കുന്ന പതിവില്ല. എന്നാൽ തന്റെ 2ാം വരവിൽ പതിവ് തെറ്റിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ ഉൾപ്പെടെ നിരവധി ലോകരാജ്യങ്ങളിലെ നേതാക്കൾക്ക് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചു. പല നേതാക്കളെയും ട്രംപ് വ്യക്തിപരമായി തന്നെ ക്ഷണിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. സഖ്യരാജ്യങ്ങളിലെ നേതാക്കളെ മാത്രമല്ല, എതിരാളികളായ രാഷ്ട്രങ്ങളിലെ നേതാക്കളുമായി യോജിച്ചു പോകാൻ സന്നദ്ധമാണെന്ന് തെളിയിക്കുന്നതാണ് ട്രംപ് ടീം അയച്ച ക്ഷണക്കത്തുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ലോകവേദിയാക്കണമെന്ന നിർബന്ധമാണ് ട്രംപിന്. ഞാൻ ഒരുപാട് മഹത് വ്യക്തികളെ ക്ഷണിച്ചിട്ടുണ്ട്, അവരെന്റെ ക്ഷണം സ്വീകരിച്ചിട്ടുമുണ്ട് എന്നാണ് ട്രംപിന്റെ പ്രതികരണം. ക്ഷണിക്കപ്പെട്ടവരിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ പേരാണ് എല്ലാവരെയും അമ്പരിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ മുഖ്യ രാഷ്ട്രീയ എതിരാളികളിൽ ഒരാളായ കമ്മ്യൂണിസ്റ്റ് നേതാവിന് നൽകിയ അസാധാരണവും അപൂർവവുമായ ക്ഷണമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് നേതാവ് എത്തിയാൽ അതൊരു ചരിത്ര സംഭവമായിരിക്കും. അതേസമയം ഷീ ജിൻപിങ് പങ്കെടുത്തേക്കില്ലെന്നും പകരം ചൈനീസ് വൈസ് പ്രസിഡന്റോ വിദേശകാര്യമന്ത്രിയോ ആകും എത്തുകയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പങ്കെടുക്കും. US മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ ഭാര്യ മിഷേൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചു.
ബറാക് ഒബാമയും മിഷേലും വേർപിരിയുന്നു എന്ന അഭ്യൂഹം ശക്തമായതോടെയാണ് മിഷേൽ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. കോർപ്പറേറ്റ് ലോകവും ട്രംപിന്റെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ മത്സരിക്കുകയാണ്. ചടങ്ങിനായി കോർപ്പറേറ്റുകൾ നൽകിയ സംഭാവന $20 കോടി കടന്നുവെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബോയിങ്, ഗൂഗിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ഊബർ, ആപ്പിൾ, ഓപ്പൺ AI, ഷെവ്രോൺ എന്നിവർ $10 ലക്ഷം വീതമാണ് സംഭാവന നൽകിയത്. 2017 ആദ്യ തവണ പ്രസിഡന്റായപ്പോൾ $10.7 കോടി സംഭാവന ലഭിച്ച ട്രംപ് റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു. ഇക്കുറി അതിന്റെ ഇരട്ടിയിലേക്ക് കടന്നിരിക്കുകയാണ്. 2021 ജോ ബൈഡൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സംഭാവനയായി ലഭിച്ചതാകട്ടെ $6.2 കോടി മാത്രമായിരുന്നു. ട്രംപ് ഭരണകൂടത്തിൽ കോർപ്പറേറ്റുകളുടെ സമ്മർദ്ദതന്ത്രം എത്രത്തോളം ശക്തമാകുമെന്ന് കണ്ടറിയേണ്ടതാണ്. എന്തായാലും വിടവാങ്ങൽ ചടങ്ങിൽ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ അത്തരമൊരു സൂചന നൽകിയാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. അമേരിക്കയിലെ അതിസമ്പന്നരായ ഏതാനും ആളുകളുടെ കൈകളിലേക്ക് അപകടകരമായ വിധത്തിൽ അധികാരം കേന്ദ്രീകരിക്കുകയാണെന്ന് ബൈഡൻ ചൂണ്ടിക്കാട്ടിയത്. അവരുടെ അധികാര ദുർവിനിയോഗം നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ അപകടകരമായ പ്രത്യാഘാതങ്ങളുണ്ടാകുമെന്ന് ബൈഡൻ നിയുക്ത പ്രസിഡന്റിനെ ഓർമ്മപ്പെടുത്തി.